കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് 6:15 പ്രഖ്യാപിക്കും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, കെ.സി. വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്ന കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പക്ഷേ ഇന്ത്യയിലെ 32 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള ആ കമ്മിറ്റികളിലൊക്കെ സ്ഥിരമായി ഇരിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ചുമതലയുള്ള വ്യക്തിയാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിറ്റിംഗ് MP ആണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ ജയിച്ചു വന്ന MP ആണ്. KPCC പ്രസിഡന്റായ ചുമതല ഏൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളോടെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു, ആ ചുമതല ഭംഗിയായി നിറവേറ്റണമെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം. അത് അന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പുതിയ കാര്യമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കുന്ന കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. പക്ഷേ ഉമ്മൻചാണ്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും കേരളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 3 പ്രധാന നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കേണ്ടി വന്നത്. ദില്ലിയിൽ നിന്നും സന്തോഷ് സെർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, 6:30 പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും പലയിടങ്ങളിലും ഒറ്റ പേരിലേക്ക് എത്താൻ കോൺഗ്രസിനായിട്ടില്ല. അതുപോലെ തന്നെ വയനാട്, വടകര, ഇടുക്കി സീറ്റുകളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. വമ്പന്മാരെല്ലാം അവസാന ഘട്ടത്തിൽ ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന പട്ടികയിൽ പോലും വലിയ രീതിയിലുള്ള തർക്കമുണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കമുണ്ടായിരിക്കുന്ന മണ്ഡലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് വയനാടാണ്. വയനാട് കൂടാതെ വടകര, ഇടുക്കി മണ്ഡലങ്ങൾ നിലവിൽ 2 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് KPCCയും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും കൈമാറിയത്. ഇന്നലെ മുതൽ നടന്ന ചർച്ചയിൽ പോലും ഇതിൽ ഒരു ഒറ്റ പേരിൽ എത്താൻ കഴിയാത്ത മണ്ഡലങ്ങളാണിത്. ഇടുക്കിയിൽ ജോസഫ് വാഴക്കൻ, ഡീൻ കുര്യാക്കോസ് എന്നീ 2 പേരുകൾ ഉൾപ്പെടുന്നു. വയനാട് T. സിദ്ദിഖ്, അബ്ദുൾ മജീദ് തുടങ്ങിയവരുടെ പേരാണ്. വടകരയിലും T. സിദ്ദിഖും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരും ഉൾപ്പെടുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ, അങ്ങനെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ പേര് തന്നെയാണ്. പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഒക്കെ സിറ്റിംഗ് MPമാർക്ക് തന്നെ വീണ്ടും അവസരം നൽകി. എറണാകുളത്ത് KV തോമസിന്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എറണാകുളത്ത് KV തോമസിന് തന്നെ അവസരം നൽകി. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെയാണ് ഇത്തവണ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തൃശൂരിൽ TN പ്രതാപന്റെ പേര് അവസാന സാധ്യതാ പട്ടികയിൽ എത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരുണ്ട്. പാലക്കാട് VK ശ്രീകണ്ഠനുമുണ്ട്. കോഴിക്കോട് സിറ്റിംഗ് MP MK രാഘവന് അവസരം നൽകി. കണ്ണൂരിൽ K. സുധാകരനും കാസർഗോഡ് സുബ്ബറാവു. ഇതാണ് സാധ്യത. ഇതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചുള്ള തർക്കമായിരിക്കുന്ന വയനാട്, ഇടുക്കിയിലാണ് I ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നത വളരെ രൂക്ഷമായത് കാരണം 2 പേരുകൾ നൽകേണ്ടി വന്നത്. അതായത് വയനാട് T. സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി വളരെ ശക്തമായി തന്നെ നിലകൊണ്ടു. ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റ് അല്ലാതെ I ഗ്രൂപ്പിന് സ്ഥിരമായി മത്സരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഗ്രൂപ്പ് T. സിദ്ദിഖിന് വേണ്ടി ആ സീറ്റ് വിട്ടുതരണമെന്ന് പറഞ്ഞു. അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് I ഗ്രൂപ്പ് ആകട്ടെ അബ്ദുൾ മജീദ് എന്ന PCC സെക്രട്ടറിക്ക് വേണ്ടിയാണ് ആ സീറ്റ് ആവശ്യപ്പെടുന്നത്. ആ സീറ്റിൽ അവർ I ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റാണ്ട് നിൽക്കുമെന്ന് പറയുന്നു. പറ്റില്ല എന്ന് ഗ്രൂപ്പ്. അങ്ങനെ തർക്കം രൂക്ഷമായിട്ടൂട്ടിയാണ് 2 പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് കൊടുത്തത്. അതേ രീതിയിൽ തന്നെയാണ് ഇടുക്കിയിലും ഡീൻ കുര്യാക്കോസിന്റെയും ജോസഫ് വാഴക്കിന്റെയും പേര്. ഗ്രൂപ്പിന്റെ കൈവശമുള്ള മണ്ഡലമാണ് ഇടുക്കി. ഇത് I ഗ്രൂപ്പിന് കൈമാറാം എന്ന രീതിയിലൊക്കെ ഒരു I ഗ്രൂപ്പ് ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം നേരത്തെ വയനാടൊക്കെ ആവശ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ തർക്കമുണ്ടായത്. ഇവിടെയും 2 പേരുകളാണ് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകളിൽ ഏറ്റവും അന്തിമ ലിസ്റ്റായി എന്ന് നേതാക്കൾ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ 4ഓളം മണ്ഡലങ്ങളിൽ 2 പേരോളം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വത്.
സന്തോഷ്, അപ്പോൾ ഈ 6:30 പ്രഖ്യാപനം നടക്കുമ്പോൾ വയനാട്, വടകര, അതുപോലെ തന്നെ ഇടുക്കി ഈ 3 സീറ്റുകളും ഒഴിച്ചിട്ടുകൊണ്ടായിരിക്കും പ്രഖ്യാപനം നടത്തുന്നത്. ഈ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള കടുംപിടി തന്നെ ആയിരിക്കില്ലേ ഈ 3 സീറ്റുകൾ പ്രഖ്യാപനം നീളുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇതിലുണ്ടാകില്ല, അത് പറഞ്ഞിരിക്കുന്നു. പകരം ഇവർ പറയുന്ന തർക്കമുള്ള മണ്ഡലങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ചിടത്തോളം നിലവിൽ അതിൽ കെ സി വേണുഗോപാലുണ്ട്, എ കെ ആന്റണി അടക്കമുള്ളവരുണ്ട്. നേരത്തെ അവർ ഒരു സർവേ കേരളത്തിൽ നടത്തിയിരുന്നു. അപ്പൊ ഇനി തെരഞ്ഞെടുപ്പ് സമിതിക്ക് അവർക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയും. കാരണം 2 സ്ഥാനാർത്ഥി ഈ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇനി ചേരേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പോലും പല മണ്ഡലങ്ങളിലും ഒരു ധാരണയിലെത്താതെ വലിയ രൂക്ഷമായ തർക്കത്തിലേക്ക് പോയി. അപ്പൊ സ്വാഭാവികമായി ഇനിയുള്ളത് അതിന് മേലുള്ള തെരഞ്ഞെടുപ്പ് സമിതിയാണ്. തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ 2 പേരുകൾ എത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ഇനി അവരുടെ അടിസ്ഥാനത്തിൽ, അവരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേര് പ്രഖ്യാപിക്കുക. അതിലേത് പേര് പ്രഖ്യാപിച്ചാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ KPCCക്ക് ഏതെങ്കിലും ഒരു എതിർപ്പ് ഉന്നയിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഒറ്റ പേരിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഇനി തെരഞ്ഞെടുപ്പ് സമിതി ഒറ്റ പേര് പ്രഖ്യാപിക്കും. അതിപ്പോ വൈകുന്നേരം 6:15 തെരഞ്ഞെടുപ്പ് സമിതി യോഗം. അതിനുശേഷം ഇത്തരത്തിലൊരു ധാരണയിലെത്തും. തുടർന്ന് രാത്രിയോടുകൂടി പ്രഖ്യാപനമുണ്ടാകും. ശരി സന്തോഷ്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി PJ ജോസഫ്. പാർട്ടി സ്ഥാനങ്ങളിൽ ഇനി തുടരേണ്ടതില്ല എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ജോസഫ് വിഭാഗത്തിലെ മറ്റ് അംഗങ്ങളും പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചേക്കും. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. തൊടുപുഴയിൽ നിന്നും സമീർ കൂടി ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ലെസ്ലിയിലേക്ക്. ലെസ്ലി, ഈ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ രാജിവെക്കാനായി PJ ജോസഫ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് PJ ജോസഫ് പറഞ്ഞത് ഇന്ന് വൈകിട്ടത്തോടുകൂടി തീരുമാനങ്ങൾ അറിയിക്കുമെന്നാണ്. ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായിരിക്കും PJ ജോസഫ് മുന്നിൽ കാണുന്ന രാഷ്ട്രീയ നീക്കം? ഇപ്പോൾ PJ ജോസഫിനെ പാർട്ടി വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള അവഗണന പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ UDF ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം അദ്ദേഹം മനസ്സാൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇതിലും വലിയ ഫലം കണ്ടില്ല. താൻ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിത്വം ഇല്ലാതെ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു കറിവേപ്പില പോലെ തുടരേണ്ടതില്ല ഇത്തരം സ്ഥാനങ്ങളിൽ എന്ന് ആണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ 3 പ്രധാന നേതാക്കന്മാർ, പ്രത്യേകിച്ച് TU കിരുള, മോൻസ് ജോസഫ് അടങ്ങിയ ഇവർ ഒരുമിച്ചുണ്ട്. ഇതിനുശേഷമാണ് ഇവർ മാധ്യമങ്ങളെ കാണാനുള്ള താല്പര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജോസഫ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി മറ്റ് ജോസഫിനോടൊപ്പം ഉള്ളവർ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ രാജിവെക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ലെസ്ലി തുടരുക. തൊടുപുഴയിൽ നിന്ന് സമീർ കൂടി ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ PJ ജോസഫിന്റെ കൂടെ അവിടെ ഏതൊക്കെ പ്രമുഖരാണുള്ളത്? ഉടൻ തന്നെ PJ ജോസഫ് മാധ്യമങ്ങളെ കാണുമോ? വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി നൽകുന്ന വിവരങ്ങൾ. കടുത്ത അവഗണനയിൽ വലിയ അമർഷത്തിലും അതോടൊപ്പം തന്നെ വലിയ നിരാശയിലുമാണ് PJ ജോസഫ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളെല്ലാം നടന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യം ഒരിക്കലും പൂവണിയുന്നില്ല. അത് അദ്ദേഹത്തിന് തീർത്തും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്. 5:15 ഇടുക്കി പ്രസ് ക്ലബിലാണ് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയിലുള്ള ഈ ഒരു കടുത്ത അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അദ്ദേഹം ഇവിടെ അല്പസമയത്തിനകം തന്നെ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PJ ജോസഫിനൊപ്പം ഉള്ളത് മോൻസ് ജോസഫ് MLA ആണ്. അതോടൊപ്പം തന്നെ TU കുരുവിള, മുൻ MLA TU കുരുവിള ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പ്രസ് ക്ലബിൽ എത്തിച്ചേരും. പ്രധാനമായും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അവസാന നിമിഷം വരെയും അദ്ദേഹത്തിന് ഉറപ്പുവരുത്തിയിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുമായും അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അവസാന ഘട്ടത്തിലെങ്കിലും ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം ഇന്നലെയും വെച്ച് പുലർത്തിയത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഒരിക്കലും കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഔദ്യോഗികമായി വാർത്താസമ്മേളനം നടത്താം എന്ന് അറിയിക്കുകയും 5:15 സമയം നിശ്ചയിക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പ്രസ് ക്ലബിലേക്ക് എത്തിച്ചേരും, മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന് പാർട്ടി അണികളിൽ നിന്ന് വലിയ ഒരു പാർട്ടി അണികളിൽ നിന്നെല്ലാം ഉയരുന്ന ഒരേ ഒരു കാര്യം ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ തുടരേണ്ടതില്ല എന്നുള്ളതാണ്. ലയനം കൊണ്ട് നേട്ടമുണ്ടാക്കിയതെല്ലാം KM മാണിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരാണ്. ജോസഫിനൊപ്പം നിൽക്കുന്നവർക്ക് തീർത്തും എന്നും അവഗണന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്.
ഇപ്പോൾ മുന്നോട്ട് വെച്ച ഈ ഒരു സ്ഥാനാർത്ഥിത്വവും കേരള കോൺഗ്രസ് എം തള്ളി, UDF തള്ളി, കോൺഗ്രസിന്റെ നേതാക്കൾ അവസാന ഘട്ടത്തിൽ ഉറപ്പ് നൽകിയിരുന്ന ഇടുക്കി സീറ്റിലേക്കുള്ള ഒരു സാധ്യതയും വാങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി UDF തുടരണം എന്നുള്ള ആവശ്യം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നിരന്തരം ആവശ്യപ്പെടുന്നു. പക്ഷേ UDF തുടരാനുള്ള ഒരു സാധ്യത തന്നെ അപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇനി കേരള കോൺഗ്രസ് എമ്മിൽ തുടരേണ്ടതില്ല എന്നുള്ള അണികളുടെ വികാരം അദ്ദേഹം മാനിക്കുമോ, മറ്റു തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം മാത്രമായിരിക്കുമോ രാജിവെക്കുക, അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് മറ്റെന്തെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത ഉണ്ടോ അവിടെ? അത്തരത്തിലുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ചും വലിയ നിരാശയിലാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയി പിന്നീട് അദ്ദേഹം പുറപ്പുഴയിലെ വീട്ടിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് വന്നത്. അതായത് അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള ഒരു അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി തുടർച്ചയായിട്ടുള്ള ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വരുന്നു. അദ്ദേഹം നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തുകയും അവിടുന്ന് ഏറെക്കുറെ ഒരു അനുകൂല തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷവും അദ്ദേഹം പറഞ്ഞത് ശുഭപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ തകിടം മറിയുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടുക്കി സീറ്റിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും കൈപ്പത്തി അടയാളത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാട് വ്യക്തമാക്കിയതോടുകൂടിയാണ് PJ ജോസഫിന് ഇത്തവണ മത്സരിക്കാനാകില്ല എന്നുള്ള കാര്യം വ്യക്തമായത്. ഇതേ തുടർന്ന് അദ്ദേഹം വലിയ നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പാർട്ടിയിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്കും എപ്പോഴും അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല. സ്ഥാനങ്ങളെല്ലാം തന്നെ KM മാണിയും കൂടെയുള്ളവർക്കും മാത്രമായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും പാർട്ടിയിൽ തുടരേണ്ടതില്ല, കേരള കോൺഗ്രസ് എമ്മിൽ തുടരേണ്ടതില്ല എന്നാണ് അണികളുടെ ഒരു വികാരം. അത്തരത്തിലുള്ള ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുമോ? UDF തുടർന്നാലും കേരള കോൺഗ്രസ് എം പുലർത്തിക്കൊണ്ട് പഴയ ജോസഫ് ഗ്രൂപ്പ് പൊടിതട്ടിയെടുത്തുകൊണ്ട് അതിലേക്കൊരു മടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ ഇടുക്കി പ്രസ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തും. ശരി സമീർ, ഞാൻ തിരിച്ചെത്താം. ലെസ്ലി തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ലെസ്ലി, തീർച്ചയായും UDF-നെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെയും ഇണക്കി നിർത്തിയിരുന്ന ഒരു കണ്ണുകൂടിയായിരുന്നു PJ ജോസഫ്. അവിടെയാണ് PJ ജോസഫ് UDF-ൽ ശുഭപ്രതീക്ഷ ഇത്രയും സമയം വെച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നു സീറ്റുകളൊന്നും വിട്ടുകൊടുക്കേണ്ട എന്നത്. എന്താണ് ഇപ്പോഴും PJ ജോസഫിന് ഒരു ശുഭവാർത്ത കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ശുഭവാർത്ത തള്ളിക്കളയാനാവാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അശ്വതി നിലനിൽക്കുന്നത്. ഇതിന് പ്രധാന കാരണം അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാർക്കോഴ വിവാദത്തിൽ UDF വിട്ട KM മാണി മറ്റു പല മുന്നണികളിലേക്കും ചേക്കേറാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനെ ഫലപ്രദമായ രീതിയിൽ തടുക്കുകയും UDF-നൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടി തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമകരമായ നടപടികളായിരുന്നു PJ ജോസഫിന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ UDF നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഇദ്ദേഹത്തോട് പ്രത്യേക മമതയുണ്ട്. ഈ മമത തന്നെയാണ് അദ്ദേഹത്തിന്റെ ശുഭപ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനമായ കാരണം. രാവിലെ നമ്മൾ തന്നെ നൽകിയ മറ്റൊരു വാർത്തയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ PJ ജോസഫിന് ഇടുക്കിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം ആരാഞ്ഞിരുന്നു. ഇതിന് അദ്ദേഹം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. പാർട്ടി സ്ഥാനങ്ങൾ അടക്കം എല്ലാം രാജിവെച്ച് PJ ജോസഫ് ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോസഫ് പിടിമുറക്കിയിരിക്കുന്നത് മാണിയുമായുള്ള ഒരു ശീതസമരത്തിനാണ്. ഒപ്പം തന്നെ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. കാരണം ഇപ്പോൾ തന്നെ ജോസ് കെ മാണിയാണ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോട്ടയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ടെലിഫോണിൽ മാത്രമാണ് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ ചെയർമാൻ KM മാണി ഇദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിച്ചത്. ഈ ഘട്ടത്തിൽ പോലും തന്റെ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ സംസാരിക്കാൻ KM മാണി ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ തന്നോട് കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി KM മാണി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് ഒരു സൂപ്പർ പവർ എന്ന രീതിയിൽ ജോസ് കെ മാണി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ജോസഫിനെയും കൂട്ടരെയും അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏത് വിധേനയും PJ ജോസഫിനൊപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത് മുതലാക്കാനുള്ള ശ്രമമായിരിക്കും ജോസഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക.
ശരി, ലെസ്ലി, പി ജെ ജോസഫ് കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പടി കൂടി കടന്ന് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുമോ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് തൊടുപുഴയിൽ നിന്നും സമീറും അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും ലെസ്ലിയും നൽകിയത്. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ബിജെപിയുടെ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു. പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയെ ചൊല്ലി വൻ അനിശ്ചിതത്വം. കെ സുരേന്ദ്രൻ, MT രമേശ്, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചു. തൃശൂരിൽ മത്സരിക്കുമോ എന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കാത്തതിൽ ബിജെപിക്ക് അതൃപ്തി. തുഷാറിന്റെ തീരുമാനം വൈകുന്നത് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തെ ബാധിക്കുന്നു എന്ന് ബിജെപി. അതേസമയം തൃശൂരിലെ അനിശ്ചിതത്വം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, എങ്ങനെയാണ് ബിജെപി പാളയത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്? സ്ഥാനാർത്ഥി ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ കേന്ദ്ര നേതാക്കന്മാരുമായി സംസ്ഥാന നേതാക്കന്മാർ ചർച്ച നടത്തിയിരുന്നു. നിലവിൽ ബിജെപി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പോലും വലിയ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒന്നിലേറെ നേതാക്കന്മാർ വരുന്നത് തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ബിജെപി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമായ പത്തനംതിട്ട തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ആഭ്യന്തര കലഹം മൂലം സ്ഥാനാർത്ഥി നിർണയം വൈകുന്ന സാഹചര്യമുള്ളത്. പത്തനംതിട്ടയിൽ 4 പേരാണ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. PS ശ്രീധരൻപിള്ള, MT രമേശ്, കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം. ഈ 4 പേരും പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള താല്പര്യത്തിലാണ് ഉള്ളത്. ഏതായാലും PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കരുത് എന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് രാവിലെ ശ്രീധരൻപിള്ള നടത്തിയ വാർത്താ സമ്മേളനം. അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയും മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായ കാരണം പത്തനംതിട്ടയിൽ സീറ്റ് ലഭിക്കാത്തത് തന്നെയാണ്. അതേസമയം തന്നെ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് മത്സരിക്കാനുള്ള നീക്കം നടത്തുന്നത്. അദ്ദേഹം തനിക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. MT രമേശ് ആകട്ടെ തനിക്ക് പത്തനംതിട്ട സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റെവിടെയും മത്സരിക്കാൻ താൻ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കന്മാരും ബഹുഭൂരിഭാഗം നേതാക്കന്മാരും കെ സുരേന്ദ്രൻ മത്സരിക്കണം പത്തനംതിട്ടയിൽ എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കെ സുരേന്ദ്രനെ തൃശ്ശൂരിലും പരിഗണിക്കുന്നുണ്ട്. അവിടെയാണ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നത്. കാരണം തൃശ്ശൂർ BDJSന് നൽകിയ സീറ്റാണ്. BDJS അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി BJP താല്പര്യപ്പെടുന്നത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയാകട്ടെ ഇതേവരെയായി താൻ മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടില്ല. ഇത് BJP നേതൃത്വം വലിയ ഒരു അതൃപ്തിയോടെയാണ് നോക്കിക്കാണുന്നത്. BJP NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ തൃശ്ശൂർ സീറ്റ് BJP ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യും. തുഷാർ വെള്ളാപ്പള്ളി ഇതേവരെയായി കൃത്യമായൊരു നിലപാട് പറയാത്ത പശ്ചാത്തലത്തിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവും അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൃത്യമായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പോലും സാധിക്കാത്ത നിലയിലുള്ള ഒരു പ്രതിസന്ധി BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള ചർച്ചകൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. കേരളത്തിൽ മൂന്നാം ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ഇത്ര വേഗം തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക വേണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായും കേരളത്തിലെ നേതാക്കൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും. കേരളത്തിൽ നിലവിൽ ഇടതുമുന്നണി പ്രചരണം എല്ലാമായി തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. വലിയ മുന്നോട്ടുപോക്കുണ്ടാക്കിയിരിക്കുന്നു. UDF ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ ഇനിയും സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന് ദേശീയ നേതൃത്വത്തോട് BJPയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്യും. അശ്വതി, BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. സീറ്റിനായി വടംവലിയും കടിപിടിയും തുടരുകയാണെന്നാണ് ശരത് ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. CPMന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. 45 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റ് വീതമാണ് ആദ്യഘട്ട പട്ടികയിൽ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നുള്ള സീറ്റിൽ ഷെരീഫ് ഖാനാണ് മത്സരിക്കുന്നത്. അസം, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ CPM തീരുമാനിച്ചു. കേരളത്തിലും പശ്ചിമബംഗാളിലും 16 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ അതൃപ്തി അറിയിച്ചു.
യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചത്. MK മുനീറും KM ഷാജിയും അതൃപ്തി അറിയിച്ചതോടെ രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും ലീഗ് പ്രതിസന്ധിയിലെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം ന്യൂനപക്ഷ വർഗീയതയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണക്കുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കൊണ്ടോട്ടി KTDC ടാർമറന്റ് ഹോട്ടലിലെ ലീഗ് നേതാക്കളുടെ ദൃശ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വിശദീകരിക്കാനാവാതെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധത്തിലായി. ഇതാണ് PK കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനുമെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്താൻ ഇടയാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി വിമർശിക്കുന്ന KM ഷാജി, MK മുനീർ തുടങ്ങിയവർ പാണക്കാട് ഹൈദരലി തങ്ങളെ ഫോണിൽ വിളിച്ച് വിയോജിപ്പറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്കിൽ നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത്. തീവ്രവാദികളുടെ മുമ്പിൽ കുമ്പിട്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം ഓർമ്മിപ്പിക്കുന്നു. മലപ്പുറത്തും പ്രത്യേകിച്ച് പൊന്നാനിയിലും SDPI ബന്ധം തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെയും വിലയിരുത്തൽ. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ലീഗിന്റെ രഹസ്യബന്ധത്തിൽ സമസ്ത നേതാക്കളും ആശ്ചര്യത്തിലാണ്. മുസ്ലിം ലീഗിലെ മുജാഹിദ് അനുകൂലികളാണ് ഇതിനു പിന്നിലെന്നാണ് സമസ്ത നേതാക്കൾ കരുതുന്നത്. പാർട്ടിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കിട്ടിയ ആയുധം മറുവിഭാഗം ഏറ്റെടുത്തതോടെ ലീഗ് രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. JDSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി BSPയിൽ ചേർന്നു. UPയിൽ JDSന് വലിയ സ്വാധീനമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്ന് ഡാനിഷ് അലി. ഭരണഘടനാ ഭീഷണികൾ നേരിടുന്ന കാലത്ത് ശക്തമായ പക്ഷത്തോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണെന്നും മായാവതി ഏൽപ്പിക്കുന്ന കർത്തവ്യം ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുമെന്നും ഡാനിഷ് അലി BSPയിൽ ചേർന്നതിന് ശേഷം വ്യക്തമാക്കി. കർണാടകയിൽ കോൺഗ്രസ് JDS സീറ്റ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഡാനിഷ് അലിയായിരുന്നു. സഖ്യത്തിന്റെ ഏകോപന സമിതി കൺവീനറായിരുന്നു ഡാനിഷ് അലി. JDSൽ പ്രവർത്തിക്കുമ്പോൾ പദവികളൊന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ദേവഗൌഡ തന്നെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും ഡാനിഷ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയാണ് BSPയിൽ എത്തിയതെന്നും ഡാനിഷ് അലി വ്യക്തമാക്കി. മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ട് ജഗതിയെ കാണാൻ ആറ്റിങ്ങലെ LDF സ്ഥാനാർത്ഥി A സമ്പത്തെത്തി. പേയാടുള്ള വസതിയിലെത്തിയാണ് ജഗതിയുടെ അനുഗ്രഹം തേടിയത്. മലയാളത്തിന്റെ പ്രിയതാരം ജഗതി ശ്രീകുമാറിനെ കാണാൻ A സമ്പത്തെത്തിയത് ഭാര്യാസമേതനായിട്ടാണ്. കാട്ടാക്കട MLA IB സതീഷിനും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമെത്തിയ സ്ഥാനാർത്ഥിയെ വീട്ടുകാർ ഹൃദ്യമായ വരവേൽപ്പ് നൽകി സ്വീകരിച്ചു. താൻ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജനവിധി തേടുകയാണെന്ന് സമ്പത്ത് ജഗതിയോട് സൂചിപ്പിച്ചപ്പോൾ ഹൃദ്യമായൊരു ചിരി കൊണ്ട് ജഗതി മറുപടി നൽകി. ആരോഗ്യ വിവരങ്ങൾ തിരക്കിയറിഞ്ഞ സമ്പത്ത് വികാരാധീനനായിട്ടാണ് പിന്നീട് മറുപടി നൽകിയത്. Sometimes the silence is much stronger than the noise and the voice. അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും. കാരണം അങ്ങനെയാണ്. ജഗതിയുടെ കുടുംബാംഗങ്ങൾ, അയൽപ്പക്കക്കാർ എന്നിവരോട് വോട്ട് ചോദിക്കാൻ കൂടി വേണ്ടിയാണ് സമ്പത്ത് പേയാട്ടെ ജഗതിയുടെ വീട്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. തിരുവല്ലയിൽ നടന്ന കൺവെൻഷൻ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതോടെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ല മണ്ഡലം കൺവെൻഷൻ മുൻ ജലവകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. വൻ ജനസഞ്ചയമാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും മുൻ MP നടത്തിയിട്ടില്ല എന്ന് വീണ പറഞ്ഞു. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ഏതെങ്കിലും ദേശീയപാതകൾ കിട്ടിയതായി അറിയുമോ? അറിയില്ല. കാരണം ഒട്ടേറെ സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ ഒരു ദേശീയപാത പോലും പുതിയ